ഹലോ ഗൈസ്, ചിക്കൻ കറി വെക്കാൻ വേണ്ടി തക്കാളി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തക്കാളി മേടിക്കാൻ പോയി വന്ന വഴിക്ക് ഏട്ടൻ അവിടെ ചക്ക കണ്ടപ്പോൾ ചക്കയും മേടിച്ചിട്ട് വന്നു. വലിയ ചക്കയല്ല, പക്ഷെ നല്ല ചക്കയാണ് കേട്ടോ. മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കരുതി നാളെ അങ്ങ് മുറിക്കാമെന്ന്. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ജഗ്ഗിലാക്കി എടുത്ത് മേശപ്പുറത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ എന്ന് കറി വെക്കേണ്ടത് സ്പെഷ്യലായിട്ടാണ് കേട്ടോ വെക്കണേ. ഞാൻ എപ്പോഴും പച്ച ചിക്കൻ അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കറിയാക്കുന്നത്. ഇന്ന് ഞാൻ കരുതി കുറച്ച് ഉപ്പും കുരുമുളക് പൊടി കുറച്ച് തൈരും കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ ഞാനൊന്നത് പുരട്ടി വെച്ചു. പിന്നെ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അതിലേക്ക് പട്ട, കറിയാമ്പു, ഏലക്ക എല്ലാം കുറേശ്ശെ ഇട്ടുള്ളൂ കേട്ടോ. അധികം ഒന്നും ഇട്ടില്ല. നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇടുമല്ലോ. പിന്നെ നമ്മുടെ ഒരു 10 കഷ്ണം ചെറിയുള്ളി ചതച്ചത്, 2 സവാള, കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് എല്ലാം ഇട്ട് കുറച്ച് ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴട്ടിയെടുക്കുക. വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതേപോലെ തന്നെ ചിക്കൻ മസാല. ഗരം മസാല ഇടുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടത് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കി ഇട്ടു. അതും നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കർ അടച്ചിട്ടല്ലോ കേട്ടോ ഞാൻ വേവിച്ചതെന്ന്. ഇങ്ങനത്തെ ഒരു മൂടിയുണ്ട് എൻ്റെ കുക്കറിന്. അപ്പോൾ അതിലൊരു കറിയാമ്പ് വെച്ച് അതിൻ്റെ ആ എയർ പോകാതിരിക്കാൻ അങ്ങനെയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അടുക്കളയിൽ എനിക്ക് കൂട്ട് മാതാവാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനുവേട്ടന് പൊറോട്ട വേണം. അപ്പോൾ തന്നെ പോയി ഒരു 10 പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ ഇട്ട് അങ്ങനെ രാത്രി കഴിക്കുകയാണ്. ജോക്കൂട്ടനാണെങ്കിൽ പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ അന്നമോളും ജോക്കൂട്ടനും ഞാനും ഏട്ടനും കൂടി കഴിക്കുകയാണെന്ന്. ജോക്കൂട്ടന് ചിക്കൻ കാല് വേണ്ടാന്ന്. അപ്പോൾ ഒന്ന് വലിയ കാക്ക മലന്ന് പറക്കുന്ന തോന്നണേ. അവൻ എപ്പോഴും കാലിന് ഇടിയാണ്. എനിക്ക് പിന്നെ ഈ കുറച്ച് എല്ലും കമ്പും ഉള്ള പീസാണ് ഇഷ്ടം. അന്നമോളും പപ്പയാണ് എന്നെ ചിക്കൻ കാലൊക്കെ എടുത്തത്. അപ്പം ഞങ്ങളിത് ഹാപ്പി ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കും.